കഴിഞ്ഞ വർഷം വരെ കേരളത്തിന് പുറത്തേക്ക് വ്യാപകമായി കയറ്റി അയച്ചിരുന്ന റംബൂട്ടാന് ഇത്തവണ വിപണിയിൽ നഷ്ടമാണ്. കിലോയ്ക്ക് 250 മുതൽ 300 രൂപയ്ക്ക് വരെ വിൽപ്പന നടത്തിയിരുന്ന റംബൂട്ടാന് നിലവിൽ 100 രൂപയാണ് ലഭിക്കുന്നത്. മധ്യകേരളത്തിൽ നഷ്ടത്തിലായ റബ്ബർ കർഷകർ ഉൾപ്പെടെ വ്യാപകമായി റംബൂട്ടാനെ ആശ്രയിച്ച് പ്രതിസന്ധി മറികടക്കുന്നതിനിടയിലാണ് വിപണി ചതിച്ചത്. കൃഷിമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം താങ്ങുവിലയായി 140 രൂപ നിശ്ചയിച്ചാണ് ഹോർട്ടികോർപ്പ് റംബൂട്ടാൻ സംഭരിക്കുന്നത്. കേരളത്തിൽ 300-ലധികം വരുന്ന ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റുകളുണ്ട്. ആ ഔട്ട്ലെറ്റുകൾ വഴി നാളെയും മറ്റന്നാളുമായി ഇന്ന് സമാഹരിക്കുന്ന ആദ്യപടിയായി സമാഹരിക്കുന്ന റംബൂട്ടാൻ പഴം വിതരണം ചെയ്യും. കേരള ഗവൺമെന്റ് കൃഷി വകുപ്പ് താല്പര്യമെടുത്ത് പഴവർഗ്ഗ കർഷകരിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് സമാഹരിച്ചിട്ട് ഔട്ട്ലെറ്റുകൾ വഴി പോകുക. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വടക്കൻ കേരളത്തിലേക്കും റംബൂട്ടാന്റെ വിപണി സാധ്യത ഉപയോഗപ്പെടുത്താനാണ് ഹോർട്ടികോർപ്പ് തീരുമാനം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ 1% പേരിൽ 2% പേര് പോലും റംബൂട്ടാൻ കഴിച്ചിട്ടില്ല. ഈ മഴ കൂടുതൽ കൊണ്ട് ഇത് അങ്ങ് ദൂര സ്ഥലത്തേക്ക് നമുക്ക് എത്തിക്കാന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് വലിയ സാധ്യതയാണുള്ളത്. ഇന്ത്യ മുഴുവൻ സപ്ലൈ ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ സഹായം വേണം. ഇത് സ്റ്റോറേജ് ട്രാൻസ്പോർട്ടിങ്ങിനൊക്കെ ഗവൺമെന്റ് സഹായിച്ചാൽ റംബൂട്ടാൻ കർഷകർക്ക് നല്ല കാലമായിരിക്കും. നമ്മുടെ കർഷകരെല്ലാം സമ്പന്നരാകും. ആവശ്യക്കാർ ഏറെ ഉണ്ടായിരുന്ന തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ മഴ കനത്തതും പ്രതിസന്ധിയായി. കേരളത്തിലെ റംബൂട്ടാൻ കർഷകർക്കുണ്ടായ നഷ്ടം ഹോർട്ടികോർപ്പിന്റെ ഇടപെടലിലൂടെ നികത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.